ഇന്ന് വിജയദശമിയല്ലേ, നമുക്ക് രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം. നമ്മുടെ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഗന്ധരാജനായത്. ഇതിന് പാരിജാതം എന്ന് പേരുണ്ടെന്ന് മാളു പറഞ്ഞു. ആൻറ്റിയും പിള്ളേരും കൂടെ പോവുക കേട്ടോ. അവരെ നമുക്കൊന്ന് ബസ് കയറ്റി വിടാം. അവർ ബസ്സിനായിരുന്നു വന്നത്. 2 ദിവസത്തെ തകർപ്പിന് ശേഷം എല്ലാവരും പോവുക. നമ്മുടെ വിരുന്നുകാരൊക്കെ പോയല്ലേ. മാളു ചേച്ചി മുത്തുമണി ചേച്ചിയൊക്കെ പോയപ്പോൾ നൊന്നൊരു സങ്കടം വന്നു. എങ്ങനെയുണ്ട് നുനു? ആൽത്തറയിലിരിക്കാൻ നല്ല രസമല്ലേ? തണുപ്പുണ്ടല്ലേ? നിറയെ ഇലയല്ല ആയപ്പോഴത്തേനുവേ നല്ല തണുപ്പായി. ഇനി എന്താണ് പരിപാടി? അത് പിന്നെ എപ്പോഴും തന്നെയാണല്ലോ പരിപാടി. ഒരു കാര്യം ചെയ്യാം, കുറെ നോട്ട് എഴുതാനില്ലേ? ഓടാ, ഇപ്പൊ ഇനിയൊന്നുമില്ല, പഠിക്കാനുമില്ല. നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലെങ്കിലേ എനിക്ക് എന്നിട്ട് കുറെ പണിയുണ്ട്. തുണി കഴുകാനുണ്ട്, തൂത്ത് വാരാനുണ്ട്, അടുക്കി പെറുക്കാനുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് ചെയ്യാം. വെയിലുണ്ടല്ലോ, തുണിയെല്ലാം ഉണങ്ങിക്കോളും കഴുകിയിടുവാണെങ്കിൽ. നമ്മുടെ വിരുന്നുകാരെല്ലാം പോയി, ആകെ ഒരനക്കവും ഇല്ല. എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇനി എന്നാ ഇനി ക്രിസ്മസിന് അവധിയുള്ളല്ലേ? അപ്പോഴെല്ലാരും വരുമായിരിക്കും. ദീപാവലിക്കുണ്ട് തിങ്കളാഴ്ച 2 ദിവസം. 2 ദിവസമൊക്കെ അടുപ്പിച്ച് അങ്ങനെയൊക്കെ അവധി കിട്ടിയ അത്രയും ദൂരെ നിന്നൊക്കെ വരുന്നവർക്കേ ഇഷ്ടവാ. എന്തായാലും അവധിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോകണ്ടേ? ഈ നാളെ കഴിഞ്ഞും ഉണ്ടല്ലോ. അതെ അതെ, സ്കൂളില്ലാത്ത ദിവസം എങ്ങനെയാ പോകുന്നത്? നാളെ കഴിഞ്ഞും ക്ലാസ് ഉണ്ട്. നാളെ കഴിഞ്ഞേ ഉള്ളൂ, അല്ലാതെ അവധിയല്ലേ മുഴുവൻ. പിന്നെ തിങ്കളും ചൊവ്വയും. തിങ്കളും ചൊവ്വയും ദീപാവലി ഇപ്പഴല്ല, ദീപാവലി കൊറേ കൂടെ ഉണ്ട്. ഇതുള്ള ഞാനോർത്ത് തന്നെ തിങ്കളും ചൊവ്വ. അല്ല, ലീവ് എടുക്കാം. എടുക്കാം. ആളും മക്കളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ നമുക്ക് നമ്മുടെ പണിയിലോട്ട് കേറി. നല്ല സൂപ്പർ ഒരു ഏത്തക്കൊല കിട്ടിയിട്ടുണ്ട്. അത് ഇന്നുണ്ടാക്കുന്ന ഒരു വെറൈറ്റി സാധനം കേട്ടോ. ശർക്കര വരട്ടി വേണം കുറച്ച്, അതിന്നുണ്ടാക്കാം. കുറച്ച് കുറുക്കുപൊടി വേണം. കുറുക്കുപൊടി അറിയാവോ എന്നാന്ന്? ഇല്ല. അതിനാന്ന് അച്ചമ്മച്ചി പറഞ്ഞു തരും. നല്ലപോലെ വിളഞ്ഞുണ്ട്, നല്ലപോലെ പൊളിയുകയും ചെയ്യും. പൊളിച്ചാലും നല്ല ഉണ്ട് താനും. തൊണ്ടിന് കട്ടി കുറവും കായ്ക്ക് നല്ല കനമുണ്ട്. അതുകൊണ്ട് കായ കൊള്ളാതെ വേണം നമ്മൾ തൊലി പൊളിച്ചെടുക്കാൻ. ഇളഞ്ഞ കായ ആയതുകൊണ്ട് കപ്പ പൊളിക്കുന്ന പോലെ പൊളിച്ചെടുക്കാം. നല്ല കായ അല്ലേ? ഇതിൻ്റെ തൊലി നമ്മുടെ വാഴക്കയെല്ലാം പൊളിച്ച് വെള്ളത്തിലിട്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകി തുടച്ചെടുക്കണം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് ഒന്ന് ചെയ്തിട്ട് വരാവേ. ഏത്തക്കായ്ക്ക് പൊളിച്ച് കഴുകി തുടച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നടുവേ കീറിയിട്ടാണ് ഞാൻ അരിയുന്നത്. ചുമച്ച് ശർക്കര വരട്ടിക്കുള്ളതൊക്കെ വറുത്ത് കോരുമ്പോഴേക്കുവേ നമുക്ക് കുറച്ച് പണിയുണ്ട്. കുറച്ച് ചീനത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നലെ. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് നട്ടുവെക്കാം. ഇവിടെ ഒക്കെ താഴുവോന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാവേ കല്ലാന്ന് തോന്നുന്നു, താഴാൻ സാധ്യതയില്ല. നമുക്ക് നോക്കാം. അച്ചമ്മച്ചിയുടെ പയറിൻ്റെ ചോട് വല്ലതും ആണോ? നമ്മുടെ കർഷകശ്രീ പോപ്പി ചീനിത്തൈ കുഴിച്ച് വെക്കാൻ തുടങ്ങുക. പോപ്പി എന്നാ സാധനം കുഴിച്ച് വെച്ചാലും നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പോപ്പിയെ കൊണ്ട് ഈ ചീരത്തൈ എല്ലാം കുഴിച്ച് വെപ്പിക്കാം. മുതലെടുക്കുമല്ല, ഇത് നട്ടിട്ട് ഇത് നിറയെ മുളക് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പറയാം. പോപ്പിയുടെ ചീനിയെല്ലാം മുളകാ. അതുണ്ടാകുമ്പോൾ അത് പറിക്കുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ? ആയോ നോക്കട്ടെ.
രണ്ട് കൈ കൊണ്ട് പോയി. നന്നായിട്ടുണ്ടാകട്ടെ, നല്ലപോലെ മുളക് കായ്ക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. മണ്ണിടാതെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചീനിത്തൈ നട്ട്. ഇനിയും കുറേ എണ്ണം കൂടെ ഉണ്ട്. ഒരു 10-12 എണ്ണം ഉണ്ട്. നട്ട് തീർന്നോ അമ്മേ? ചീനിത്തൈ എല്ലാം നട്ടു. ഞാനൊരു ചീനിത്തോട്ടം ഉണ്ടാക്കാനുള്ള ചീനിത്തൈ ഇങ്ങനെ അവിടെ പുറകെ വശത്ത് ഒന്ന് നോക്കി ഇങ്ങനെ റൗണ്ട് ചെയ്ത് നട്ടു. നമുക്കിവിടെ ഒരു പച്ചമുളക് തോട്ടമാക്കാം കേട്ടോ. ഇത്രയും ഭാഗത്ത് നട്ടു വെച്ചത് ഫുള്ള്. ആ ചോളം അല്ലേ? ചോളം കായ്ച്ചല്ലോ ചേട്ടാച്ചന്റെ. ചുമ്മാ കൊണ്ടുപോയി തിന്നിട്ട് എറിഞ്ഞതാ. ആണോ? അല്ല, അവൻ നട്ടു വെച്ചതാടാ. അല്ല, എറിഞ്ഞതാണേ. ആ എറിഞ്ഞതാ എന്നോട് പറഞ്ഞേ. അല്ല, അവൻ കൊണ്ട് നട്ടു വെക്കുന്ന ഞാൻ കണ്ടതാ. എന്നെ പറ്റിച്ചതാ. ഇവിടെ ചീനിത്തോട്ടമായല്ലോ. ഇവിടെ ചീനിത്തോട്ടമാക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. വഴുതനയ്ക്കും കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കാം. ഇനി അവർക്കൊരു വിഷമം വേണ്ട. അതെ അതെ. പിന്നെ അതിനും ഒഴിക്കാൻ മേലെ. ഏത് ചേനയോ? അതിന് വെള്ളം വേണ്ട. വെള്ളം ഇല്ലേ? അതിന് വെള്ളം വേണ്ട. അത് നല്ല ചേനയാണോന്ന് അറിയത്തില്ല. അത് തന്നെ ഉണ്ടായി വന്നത് അവിടെ. അപ്പൊ ഇന്നത്തെ ശർക്കര വരട്ടി പരിപാടി കഴിഞ്ഞോ ചോദിച്ചു? ഇന്നത്തെ ശർക്കര വരട്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു. എല്ലാം വാരിയിട്ട് അകത്ത് വെച്ച് ഇനി അതൊന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേ നമ്മൾ കുറച്ച് മുന്നേ ഒരു കുറുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? ഏത്തക്ക വെച്ചിട്ടല്ലേ? അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു. ഏത്തക്ക വെച്ച് കുറുക്കുണ്ടാക്കുന്നത് കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാനാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞു പിള്ളേർക്ക് കുറുക്കുണ്ടാക്കുന്നതിന് ഏത്തക്ക നല്ലപോലെ പൊളിച്ച് കഴുകി നല്ലപോലെ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കണം. ഉണങ്ങിയെടുത്തിട്ടത് പൊടിച്ച് തെള്ളി എടുത്ത് നമ്മൾ നല്ല കാറ്റ് കയറാത്ത ഭരണിയിലിട്ട്, കുപ്പിഭരണി ഏറ്റവും നല്ലത്, അതിലിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് അത് 1 സ്പൂൺ എടുക്കുക. പിള്ളേർക്ക് നമ്മൾ എന്തേരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നോ അത്രയും. 4 മാസമായ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ 1 സ്പൂൺ മതി. ആ സ്പൂൺ എടുത്ത് അതിനകത്ത് കരിപ്പെട്ടിയൊക്കെ ചേർത്ത് കുറുക്കി വെള്ളം ഒഴിച്ച് നല്ലപോലെ കുറുക്കിയിട്ട് അത് പിള്ളേരുടെ നാക്കയിൽ ഒന്നെങ്കിൽ സ്പൂൺ കൊണ്ട് തോരി കൊടുക്കും. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ വിരൽ കൊണ്ട് തോണ്ടി കൊടുക്കും. അത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടല്ലെങ്കിൽ കോരി കുഞ്ഞുങ്ങളെ കാലേ കിടത്തിയിട്ട് വായി കുറ്റി കൊടുക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യം കുറുക്ക് കൊടുക്കുന്നത്. അതിപ്പോൾ ഏത്തക്ക കൊണ്ടുണ്ടാക്കാം. പിന്നെ ഇത് റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കും. അമൃതം പൊടി. അമൃതം പൊടിയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴൊക്കെ അല്ലേ. അമൃതം പൊടി കുറെ കാലം ഇല്ലായുള്ളൂ. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലും അച്ഛയുടെയൊക്കെ ചെറുപ്പത്തിലും എല്ലാം അതായത് ഞങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരുന്നു. അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ ഏത്തക്ക കുറുക്കിയാ കൊടുത്തോണ്ടിരുന്നത്. അത് നല്ല പോഷകാഹാരമാണ്. ടേസ്റ്റ് എങ്ങനെ? കഴിച്ചിട്ടില്ല കേട്ടോ, പറച്ചിലല്ലാതെ. ആര് പറഞ്ഞു? കുഞ്ഞിലേ കൊടുത്തിട്ടില്ലേ വെച്ചേ? ഓർമ്മയില്ലല്ലോ. നിനക്കും തന്നിട്ടുണ്ട് ഏത്തക്ക ഉണങ്ങി പൊടിച്ച് കുറുക്കി. അന്നേരം അച്ചമ്മച്ചി എന്നാ കാണിക്കുന്ന, ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അച്ചമ്മച്ചി അത് പിന്നെ കുറുക്കി 1 സ്പൂണ് പൊടിയെടുക്കും, അതിനകത്തോട്ട് കരിപ്പെട്ടി ഇടും, പിന്നെ 2 തുള്ളി നെയ്യ് ഒഴിക്കും. അതൊക്കെ ഒഴിച്ച് നല്ലപോലെ കുറുക്കി എടുത്ത് തരും. അത് പിള്ളേരുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഏറ്റവും നല്ല സാധനമാണ്. ഇപ്പൊ ഉണ്ടാക്കി തരുന്നില്ല, വളരാത്തെ. ഇനി എപ്പോഴാ ഉണ്ടാക്കുന്നത്? അതിപ്പോ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്നും വേണ്ട ആവശ്യമില്ല. കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്നത് അതൊക്കെ ഉണ്ടാക്കി വെച്ച ഇടക്കിടക്ക് കലക്കി കുടിക്കായിരുന്നു. നാളെ ഉണ്ടാക്കിയാലും. നാളെ ഞാൻ ഉണങ്ങുന്നുണ്ട്. ഒരാള് വെളിയിൽ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അയച്ചു കൊടുക്കാവൂന്ന്. അപ്പൊ നാളെ ഏത്തക്ക അരിഞ്ഞ് വെയിലത്ത് വെക്കും, വെയിലുണ്ടെങ്കിൽ. എന്നിട്ട് അത് ഉണങ്ങി ഞാൻ പൊടിച്ചു കൊടുക്കും. അയച്ചു കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അയച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ രുചി നോക്കാൻ ഉണ്ടാക്കി തരാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.